നമസ്കാരം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 8 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്തിൽ 13-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും. വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ജനനം പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തെ 2 കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് സക്കറിയാവിൻ്റെ ഭാര്യ എലിസബത്ത്. അഹരോന്റെ പുത്രിമാരിൽ ഒരുവളായിരുന്നു എലിസബത്ത്. പഴയ നിയമകാലത്ത് ദേവാലയത്തിലെ എല്ലാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് പുരോഹിതൻ. ആരാണ് പുരോഹിതൻ? പുരോഹിതൻ ആരാധനയുടെ ഭരണകർത്താവാണ്. വിശുദ്ധ പാരമ്പര്യങ്ങളുടെ രക്ഷകർത്താവാണ്. ദൈവിക വെളിപ്പാടിൻ്റെ വക്താവാണ്. ആ കാലഘട്ടത്തിൽ പുരോഹിതർ വിവിധ ഗണമായി തരംതിരിക്കപ്പെട്ടിരുന്നു. ആരാധനയുടെ സൗകര്യാർത്ഥം പെസഹ പെരുന്നാളിനും കൂടാരപ്പെരുന്നാളിനും മറ്റ് പുരോഹിതന്മാരും ക്രമീകൃതമായ രീതിയിൽ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയിരുന്നു. പെരുന്നാളുകളിലാണ് എല്ലാ പുരോഹിതന്മാരും ഒരുമിച്ച് കൂടുന്നത്. പുരോഹിതന്റെ ദൗത്യം യാഗാർപ്പണവും വചനഘോഷണവുമാണ്. ഈ കാലഘട്ടത്തിലും പുരോഹിതർ, വൈദികർ ആരാധനയുടെ ഭരണകർത്താവും വിശുദ്ധ പാരമ്പര്യങ്ങളുടെ രക്ഷിതാവും ദൈവിക വെളിപ്പാടിൻ്റെ വക്താക്കളുമായി തീരണം. പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് കൂദാശകളുടെ അനുഷ്ഠാനവും വചനഘോഷണവുമാണ്. കൂദാശ എന്ന് പറയുന്നത് ദൈവകൃപയുടെ മുഖാന്തരമായിരിക്കുന്ന ഒരനുഭവമാണ്. മീൻസ് ഓഫ് ഗ്രേസ്. അതിന് അടിസ്ഥാനം വചനമാണ്, ദൈവവചനം. ഈ കൂദാശകളിൽ ധാരാളം സിംബൽസ് ഉപയോഗിക്കുന്നുണ്ട്. ആ സിംബൽസ് തന്നെ നമ്മുടെ ചിന്തകളെ ഉണർത്താറുമുണ്ട്. ഈ സിംബൽസ് എല്ലാം തന്നെ സൈൻ ആൻഡ് സിംബൽ എന്ന് പറയുന്ന പഠനശാഖയുടെ ഭാഗമാണ്. സീമിയോട്ടിക്സ്, ചിഹ്ന വിജ്ഞാനീയത്തിൻ്റെ ഭാഗമാണ്. അന്ന് ദൈവസന്നിധിയിൽ ധൂപം അർപ്പിക്കുവാനുള്ള ഭാഗ്യം സക്കറിയാവിന് കിട്ടുന്നു. നറുക്കിട്ടാണ് പുരോഹിതന്മാരുടെ ദൗത്യം ഭരമേൽപ്പിക്കപ്പെടുന്നത്. ദൈവസന്നിധിയിൽ ധൂപം അർപ്പിക്കുന്ന സക്കറിയാവ് ധൂപം അർപ്പിക്കുന്ന സാഹചര്യത്തിൽ ജീവിതത്തിലെ എല്ലാവിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തിലും പ്രാർത്ഥനാനിരതനായിരിക്കുന്ന സക്കറിയാവിനെ നമുക്ക് കാണാം. വേഴ്സ് 8. പുരോഹിതരായിരുന്നു ധൂപപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് എന്ന് മനസ്സിലാക്കാം. അതും നറുക്കു വീഴുന്നതനുസരിച്ച് അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ധൂപം കാട്ടുവാൻ സക്കറിയാവിന് നറുക്കു വീണു. അസുലഭമായ ഒരു സന്തോഷ നിമിഷം. ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമായി സക്കറിയാവ് ആരാധനയെ കാണുകയാണ്. നാം ഇന്ന് ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മുടെ ആരാധനകൾ സന്തോഷനിർഭരമാകണം. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ അർപ്പിക്കുവാൻ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ്. നമുക്കറിയാം, ഇന്നും നാം ധൂപം ഉപയോഗിക്കുന്നുണ്ട്. ആ ധൂപം ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ ധൂപക്കുറ്റി ഒരു സിമ്പലായി നമ്മുടെ മുൻപിൽ ധാരാളം സന്ദേശം കൊടുക്കുന്നു. മേടിലൊരു പിടിയുണ്ട്. ആ പിടി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള ആശ്രയമായി നാം അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഞാനങ്ങനെയാണ് അതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ 3 ചെയിൻ ഇട്ടാണത് ബന്ധിച്ചിരിക്കുന്നത്. 3 ചെയിൻ തൃത്വത്തെ കാണിക്കുന്നു. അതിനു മുമ്പിൽ നമുക്കറിയാം, ആ പിടിയിൽ തന്നെ ഒരു ക്രൂശ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ ക്രൂശ് മരണവും രക്ഷകനായ യേശുവിനെയും കാണിക്കുന്ന ഒരു കാര്യം. 3 ചെയിൻ ട്രിനിറ്റിയെ കാണിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിനെയും പുത്രനെയും ദൈവത്തെയും. പിതാവ്
പുത്രൻ, പരിശുദ്ധ റൂഹ. അതോടൊപ്പം തന്നെ അതിൽ കെട്ടിയിരിക്കുന്ന മണികൾ തന്നെ നമുക്കറിയാം. ആ മണികൾ 12 മണികളാണല്ലോ. ആ മണികളെല്ലാം തന്നെ ശിഷ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും സഭയുടെയും ചിഹ്നമായി മാറാറുണ്ട്. അപ്പം ഇങ്ങനെ ആരാധനയിൽ ഉപയോഗിക്കുന്ന എല്ലാ സൈൻ ആൻഡ് സിംബൽസിനും പിതാക്കന്മാർ വ്യക്തമായ ദർശനത്തോടുകൂടെ, ഇൻ്റർപ്രട്ടേഷനോടുകൂടെ ചില ചിഹ്നങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സക്രിയാവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവം സന്തോഷജനകമായ സംഭവമാണെങ്കിലും ഉള്ള് പൊള്ളുന്ന ഒരു പുരോഹിതനായിരുന്നു സക്രിയാവ്. കാരണം ജീവിതത്തിൽ ദുഃഖമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് പുത്രസൗഭാഗ്യമില്ലായിരുന്നു. വേദനാജനകമായ ഒരു സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ പ്രശ്നങ്ങളുമായി ആലയത്തിൽ ധൂപമർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും സക്രിയാവ് ചെല്ലുന്നു. സക്രിയ പുരോഹിതൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന ശൈലി ശ്രദ്ധേയമാണ്. ദൈവസന്നിധിയാണ് ദേവാലയം, ഈശ്വര സന്നിധാനമാണ് ദേവാലയം. അതുകൊണ്ടാണ് ഭക്തനായ ഒരു മനുഷ്യൻ പാടിയതുപോലെ, ഇവിടമാണ് ഈശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഇടറുന്ന മനസ്സുകൾക്ക് ആശ്വാസമുണ്ടാകണം, രോഗസൗഖ്യമുണ്ടാവണം, നമ്മുടെ ജീവിതശൈലിക്ക് അനുതാപത്തിലൂടെ മാറ്റമുണ്ടാകണം. ഉപവാസവും പ്രാർത്ഥനയും യഹൂദമതത്തിൻ്റെ അലംഘനീയമായ പ്രമാണമാണ്. രാഷ്ട്രീയത്തിൽ ഉപവാസം കൊണ്ട് കരുത്ത് തെളിയിച്ച ഒരു വ്യക്തിയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാ. അപ്പം നമ്മുടെ ആരാധനയിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ ശക്തി സംഭരിക്കണം. ദൈവാലയം എന്ന് പറയുന്നതിനെപ്പറ്റി ആധുനികതയെ സ്നേഹിച്ച ഒരു കാർട്ടൂണിസ്റ്റും ഇന്ത്യൻ എഴുത്തുകാരനും നോവലിസ്റ്റുമൊക്കെ ആയിരുന്ന OV വിജയൻ സാർ പറഞ്ഞത് ശ്രദ്ധേയമാണ്. ആലയം ദൈവത്തിൻ്റെ കാരുണ്യമായി കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് എൻ്റെ പള്ളി, ഭക്തിയാണ് എൻ്റെ പ്രാർത്ഥന, ദൈവവിധേയമാണ് എൻ്റെ അഗ്രചർമ്മച്ഛദനം, മാപ്പുകൊടുക്കലാണ് എൻ്റെ ഉപവാസം. OV വിജയൻ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ് എൻ്റെ പള്ളി, ഭക്തിയാണ് എൻ്റെ പ്രാർത്ഥന, ദൈവവിധേയത്വമാണ് എൻ്റെ അഗ്രചർമ്മച്ഛേദനം, മാപ്പുകൊടുക്കലാണ് എൻ്റെ ഉപവാസം. നമ്മുടെ പള്ളി, ആ കെട്ടിടം ആരാധന ആലയമായി തീരുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യമായി അവിടെ തീരുകയാണ്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തിയാണ് എൻ്റെ പ്രാർത്ഥന, ദൈവത്തോടുള്ള വിധേയത്വമാണ് എൻ്റെ അഗ്രചർമ്മച്ഛേദനം. ഒപ്പം ഈ ആരാധനയുടെ എല്ലാം അന്തസത്ത നിലനിൽക്കുന്നത് മാപ്പ് കൊടുക്കുന്നതിലൂടെയാണ്. ക്രിസ്തു നടന്നുപോയ പീഡന വഴികളിലെല്ലാം പ്രാർത്ഥനയുടെ നിഴലുകൾ ദർശിക്കാം. യേശുക്രിസ്തുവിൻ്റെ അധരങ്ങളിൽ നിന്ന് മുഴങ്ങിയ ഒടുവിലത്തെ നിലവിളിയാണ് ഏലി ഏലി ലമ ശബക്താനി. അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന, എൻ്റെ ദൈവമേ എന്തിന് നീ എന്നെ കൈവിട്ടു. പ്രതിസന്ധിയിൽ അഭയയാചന കഴിക്കുന്ന സക്രിയാവ് ദൈവദൂതൻ്റെ ഇടപെടലിന് വിധേയമാവുകയാണ്. ദൈവസന്നിധിയിൽ അഭയയാചന കഴിക്കുമ്പോൾ ദൈവം ഇടപെടും. ദൈവദൂതൻ ദർശനം നൽകുന്നു. ആ ദൂതൻ സക്രിയാവിനോട് പറഞ്ഞത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്ക് ഒരു പുതിയ അനുഭവം ഉണ്ടാകും. സക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രതിസന്ധികളിൽ ഏറെ കോൺഫിഡൻസ് നൽകുന്ന ഒരു മെസഞ്ചറാണ് ദൂതൻ. നമുക്കറിയാം, മീഡിയ സാച്ചുറേറ്റഡ് കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മാധ്യമങ്ങളും സന്ദേശങ്ങളും പൂരിതമായിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ദൂതൻ കൊടുക്കുന്ന ആശയ സംവേദനം എന്ന് പറയുന്നത്, സക്രിയാവെ ഭയപ്പെടേണ്ട, ഡു നോട്ട് ബി അഫ്രൈഡ്. ഇന്ന് നമുക്ക് ആശയ സംവേദനം നൽകുമ്പോൾ ഒരു കോൺഫിഡൻസ് നൽകുവാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് നൽകുന്ന
മാധ്യമമായി നാം തീരണം. മറ്റുള്ളവർക്ക് ആത്മധൈര്യം പകരുന്ന, പ്രാർത്ഥന നൽകുന്ന, കോൺഫിഡൻസ് നൽകുന്ന മാധ്യമമായി നാം തീരണം. യേശു കർത്താവ് ഒരു മാധ്യമമായിരുന്നു എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും പ്രസരണം ചെയ്യുകയും ചെയ്തിരുന്നു. മാർഷൽ മാക്ലൂഹൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കോളർ പറഞ്ഞിരിക്കുന്നത് മീഡിയം ബിക്കെയിം ദ മെസ്സേജ്. സക്രിയാവെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. ഉള്ളിൽ നിന്ന് ഉയരുന്ന ശബ്ദം സ്വർഗ കവാടം തുറപ്പിക്കുന്നതാണ്. പ്രേയർ ഇസ് ദ കീ ദാറ്റ് ഓപ്പൺസ് എവറി ഡോർ. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ജീവിതം രൂപാന്തരപ്പെടുത്തിയ അമ്മയുടെ പ്രാർത്ഥനയാണ്. ഹൃദയം നുറങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ ധ്യാനത്തിൽ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രാർത്ഥന ഉള്ളു തുറപ്പിക്കുന്നതാവണം. പ്രാർത്ഥന സ്വർഗം തുറപ്പിക്കുന്നതാവണം. ജാതികളുടെ അപ്പോസ്തലനായിരുന്ന, മിഷണറി ആയിരുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ ശ്രേഷ്ഠനായ ഒരു വൈദികനായിരുന്നു മണ്ഡപത്തിലച്ഛൻ. മണ്ഡപത്തിലച്ഛൻ ദീർഘദൂരം നടന്നും സൈക്കിൾ യാത്ര ചെയ്തും ഒരുപാട് ആളുകൾക്ക് ആശ്വാസം പകർന്നിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഭാഗ്യസ്മരണീയനായ അബ്രഹാം മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനി പറഞ്ഞു, ശില അലിഞ്ഞു, സ്വർഗം തുറന്നു. അത്ര ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണ് മണ്ഡപത്തിൽ അച്ഛൻ പ്രാർത്ഥിച്ചത്. സക്രിയാവിൻ്റെ ഹൃദയം പകർന്നപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവം സക്രിയാവിനോട് ഇടപെടുകയും ഒരു മധ്യസ്ഥൻ എന്ന നിലയിലല്ല, സന്ദേശം നൽകുവാൻ ഒരു ദൂതനെ അയക്കുകയും ചെയ്തു. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിച്ചു. നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അതുകൊണ്ട് ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തിങ്കിൽ അവന് നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവന് ഉത്തരമരുളും. പ്രിയപ്പെട്ടവരെ, സക്രിയാവിൻ്റെ ജീവിതത്തെ പോലെ ദൈവത്തിൻ്റെ കാരുണ്യമാണ് എൻ്റെ പള്ളി, ഭക്തിയാണ് എൻ്റെ പ്രാർത്ഥന, ദൈവ വിധേയത്വമാണ് എൻ്റെ അഗ്രചർമ്മഛേദനം, മാപ്പുകൊടുക്കലാണ് എൻ്റെ ഉപവാസം. നമുക്ക് കാരുണ്യത്തിൻ്റെ കരസ്പർശമായിരുന്നു കൊണ്ട് പ്രതിസന്ധികളിൽ കരഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ വഴിവിളക്കിലെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൈ ഗോഡ് ബ്ലെസ് യു.